ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, സർവശക്തനായ അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അല്ലാഹു ചേർക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മനുഷ്യന്റെ മനസ്സ് സങ്കുചിതപ്പെടുന്ന പല കാരണങ്ങളുണ്ട്. അതിൽ നിന്നും അവനെ സംസ്കരിക്കുന്ന ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ ശ്രദ്ധേയമായ ഒരു അമലാണ് സ്വതക്ക എന്നുള്ളത്. ഒരു മനുഷ്യൻ കൊടുക്കലാണ്, അല്ലെങ്കിൽ കൊടുക്കാൻ ഉള്ള വിശാലമായ ഒരു മനസ്സ് ഉണ്ടാവലാണ് സ്വതക്കയിലൂടെ സാധ്യമാകുന്നത്. അള്ളാഹുവിന്റെ ദീന് മനുഷ്യ സ്നേഹത്തിന്റെ പാഠങ്ങൾ പറയുന്നിടത്ത്, അല്ലെങ്കിൽ ദീനിനെ അവതരിപ്പിക്കുന്നതിന്റെ ഏറ്റവും ചുരുക്ക രൂപം പറയുന്നിടത്ത്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വതക്ക ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഭക്ഷണം സ്വതക്ക ചെയ്യുക എന്നത് പ്രത്യേകം പറയുന്നതായും നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ മദീനയിലേക്ക് എത്തിപ്പെടുന്ന ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള സ്വഹാബികളുടെ സംഘം അവിടെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ആദ്യ പാഠങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ചെറിയ ചെറിയ ചുവരെഴുത്തുകൾ, ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന ഏറ്റവും തുച്ഛമായ വാക്കുകളിൽ അവതരിപ്പിക്കപ്പെടുന്ന വലിയ വലിയ ആശയങ്ങൾ, അതിന്റെ വൺ വേർഡ് ആൻസർ, അയ്യുൽ ഇസ്ലാം ഖൈർ, ഇസ്ലാം വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടവും ഏറ്റവും ശ്രേഷ്ഠകരവും എന്ന് പറയാൻ പറ്റുന്ന കാര്യം ഏത് എന്ന് മദീനയിലെത്തിയ പുണ്യനബിയോട് ഒരു സ്വഹാബി ശ്രേഷ്ഠൻ ചോദിച്ചപ്പോൾ, ഒരു മദീനക്കാരൻ ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൊടുത്ത മറുപടി രണ്ട് കാര്യമാണ്. ഒന്ന്, ഒരു മുഅ്മിനായ മനുഷ്യനെ, മുസ്ലിമായ മനുഷ്യനെ കാണുമ്പോ ആ സമയത്ത് അദ്ദേഹത്തോടുള്ള അഭിവാദ്യമുറ അത് കൃത്യമായി തന്നെ നിലനിർത്തുക എന്ന സമ്പർക്ക മര്യാദ. രണ്ടാമത് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്ക, അതുപോലെ തന്നെ സലാം പ്രചരിപ്പിക്കുക. ഇതാണ് ഇസ്ലാം എന്നതിന്റെ ഏറ്റവും അവതരണത്തിന്റെ ചുരുങ്ങിയ രൂപം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്രത്തോളം ഭക്ഷണം സ്വതക്ക ചെയ്യുക എന്നുള്ളിടത്ത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഒരു സംസ്കാരം തന്നെ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വതക്ക എന്ന തലത്തിലാണിത്, ഭക്ഷണം ദാനം ചെയ്യുക. അള്ളാഹുവിന്റെ ഖുർആൻ അബൂജഹലിന്റെ സ്വഭാവത്തെ കുറിച്ച് വിമർശിച്ചു പറയുന്ന വാക്കുകൾ കാണാറുണ്ട്. അവിടെ അയാളെ പ്രത്യേകം എടുത്ത് പറയുന്ന, അയാളെ വിമർശിക്കാൻ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന രീതി തന്നെ അയാൾ ഭക്ഷണം കൊടുക്കുന്നതിന് എതിരായിരുന്നു എന്നുള്ളതാണ്. അബൂജഹലിന്റെ സ്വഭാവമാണിത്. ഭക്ഷണം കൊടുക്കുന്നിടത്ത് എതിർപ്പ് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين. ദീൻ നിഷേധിച്ച നിഷേധി, അയാൾ അനാഥകളെ ഉപേക്ഷിക്കുന്ന ആളാ. അബൂജഹലിനെ കുറിച്ചായി പറയുന്നത്. അയാൾ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നിടത്ത്, ഭക്ഷണം ദാനം ചെയ്യുന്നിടത്ത് എതിർത്ത് നിൽക്കുന്നവനാ. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ എതിർക്കുക എന്നത് ഒരു അബൂജഹലിന്റെ സ്വഭാവമായി മാറുന്നിടത്ത്, അത് പ്രോത്സാഹിപ്പിക്കുന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിലേക്ക് ഒരു മനുഷ്യൻ സംസ്കരിക്കപ്പെടണം. അബൂജഹലിൽ നിന്നും മുഹമ്മദ് നബിയിലേക്ക് സംസ്കരിക്കപ്പെടണം. ഭക്ഷണം ദാനം ചെയ്യാം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഭക്ഷണം ദാനം ചെയ്യുന്നതിന്റെ പല ഉദാഹരണങ്ങളും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അതിൽ ഇടപെടുന്നുണ്ട്. ഉദാഹരണം, ഒരു മജ്ലിസ് നടക്കുന്നു, അവിടെ അന്നദാനമുണ്ട്, അന്നം ദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ പിന്നെ കാണുന്നുണ്ട്
പലയിടങ്ങളിലും മരണവീട്ടിൽ മരിച്ചുപോയ ആളുടെ പേരിൽ ഭക്ഷണം ദാനം ചെയ്യുന്നു. ഒരു ദുആ മജ്ലിസ് ഉണ്ടായിട്ട് അവിടെ അന്നം ദാനം ചെയ്യുന്നു, അവിടെ വെച്ച് വിളമ്പി കൊടുക്കുന്നു. ഇതൊക്കെ വലിയ സ്വതഖയാണ്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള സ്വതഖയാണ്. ഒരു ഹദീസ് കേട്ടോളൂ. ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മാ മിൻ മുസ്ലിമിൻ യുത്ഇമു അഖാഹു ഹത്താ യസ്ബഅഹ വയസ്ഖിഹി ഹത്താ യുർവിയഹ ഇല്ലാ ബഅദഹു അല്ലാഹു തആല മിനൻ നാർ. ഒരു മുസ്ലിം തന്റെ സഹോദരന് വയറ് നിറയും വരെ ഭക്ഷണം കൊടുത്തു, അവന് ദാഹം തീരുന്നവരെ വെള്ളം കൊടുത്തു. എന്നാൽ ഭക്ഷണം ദാനം ചെയ്ത, വെള്ളം ദാനം ചെയ്ത മുസ്ലിമേ, നിന്നെ അല്ലാഹു നരകത്തിൽ നിന്നും അകറ്റും. വജഅല ബൈനഹു വബൈനഹാ സബഅത ഖനാദിഖ. 70ഓളം കുണ്ടുകൾ, 70ഓളം ഗർത്തങ്ങൾ അകലെ നിന്നെ നരകത്തിൽ നിന്നും അല്ലാഹു അകറ്റി നിർത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നരകത്തിന്റെയും അവന്റെയും ഇടയിൽ 70ഓളം കിടങ്ങുകൾ അല്ലാഹു തീർക്കും. ആ കിടങ്ങ് താണ്ടി വേണം അവിടെ എത്താൻ എന്ന് പറഞ്ഞാൽ അത്രയും നരകത്തിൽ നിന്ന് നരകം പ്രാപിക്കുക എന്നുള്ളത് അസംഭവ്യം എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 70 കിടങ്ങുകൾ അവന്റെയും നരകത്തിന്റെ ഇടയിൽ. ഒരു കിടങ്ങ് സഞ്ചരിച്ചു തീർക്കാൻ 500 വർഷം യാത്ര ചെയ്യണമെന്ന പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനത്തെ കിടങ്ങുകൾ, 70ഓളം കിടങ്ങുകൾ ഈ ഭക്ഷണം ദാനം ചെയ്ത് വയറ് നിറപ്പിച്ച ആ ദാനം ചെയ്ത ആൾക്ക് അല്ലാഹു നരകത്തിന്റെ മുന്നിലായി തടസ്സമായി സൃഷ്ടിക്കുമെന്നും അവൻ സ്വർഗാവകാശമാണെന്നും പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ മുന്നിൽ ഭക്ഷണം ദാനം ചെയ്ത ആ മനുഷ്യന്റെ നരകപ്രവേശത്തെ അള്ളാഹു തടയുമ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ നരകം സുജൂദിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, അള്ളാഹുവേ, ഞാൻ നിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കാം. ഫഖദ് അറദ്ത അൻ തുഅ്തിഖ അഹദൻ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അദാബി. ജനങ്ങളുടെ കൂട്ടത്തിൽ ഭക്ഷണം ദാനം ചെയ്തതിന്റെ പേരിൽ ഉമ്മത്ത് മുഹമ്മദിലെ ഒരാളെ നീ നരകത്തിലേക്ക് വിടാതെ തടഞ്ഞില്ല അല്ലാഹ്. എനിക്ക് നാണാവാ. അല്ലാഹുവേ, കുന്തു അസ്തഹി മിൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഉഅദ്ദിബൽ മുതസദ്ദിഖ മിൻ ഉമ്മത്തിഹി. ഇത്രയും വലിയൊരു ശ്രേഷ്ഠതയുള്ള ഒരു മനുഷ്യനെ ഈ നരകത്തിലേക്ക് വിടാതെ നീ കിടങ്ങുകൾ തീർത്ത് അയാളെ സ്വർഗത്തിലേക്ക് വിടുന്നു. അയാൾ നരകാവകാശിയാവാം ഒരു പക്ഷെ, ഭക്ഷണം ദാനം ചെയ്ത കാരണത്താൽ നീ സ്വർഗത്തിലേക്ക് വിടാം. അങ്ങനത്തെ ഒരാൾ ഈ നരകത്തിലേക്ക് വരുന്നത് തന്നെ എനിക്ക് നാണാവാണല്ല എന്ന് പറഞ്ഞ് നരകം സുജൂദിൽ വീഴുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരാളെ ഉൾക്കൊള്ളാൻ നരകത്തിന് തന്നെ കഴിയില്ല. അയാൾ നരകം അവകാശപ്പെട്ട ആളായിരിക്കാം ഒരു പക്ഷെ, ഭക്ഷണം ദാനം ചെയ്യുക എന്ന പുണ്യകർമ്മത്തിലൂടെ അവൻ സ്വർഗം കരസ്ഥമാക്കിയതാണ്. മറ്റു ചില കാരണങ്ങൾ പരിശോധിച്ചാൽ ഒരു പക്ഷെ നരകത്തിൽ പോവേണ്ട ആളായിരിക്കാം. പക്ഷെ ഈ സൽക്കർമ്മത്തെ പരിഗണിച്ച് അല്ലാഹു അവന് സ്വർഗം കൊടുക്കുമ്പോൾ നരകത്തിന് പോലും അയാൾ മറ്റു കാരണങ്ങൾ പരിഗണിച്ച് നരകത്തിൽ വരുന്നതിനെ നരകം ലജ്ജിക്കുന്നു എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ശ്രേഷ്ഠതയാണ് ഭക്ഷണം ദാനം ചെയ്യുന്നിടത്ത്. പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഓത്തുള്ളവർക്ക് ചോറ് കൊടുക്കുക, ഇപ്പോഴുണ്ട്, ഇല്ലാന്നല്ല. അല്ലെങ്കിൽ അവിടെ ഭക്ഷണം കൊടുക്കുക, യതീംഖാനയിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ കോളേജിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക, ദർസിലെ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുക, മദ്രസയിലെ കുട്ടികൾക്ക് കൊടുക്കുക, ഒരു കിണർ കുത്തിക്കഴിഞ്ഞാൽ വെള്ളം ഉണ്ടായ പായസം കൊടുക്കുക, അങ്ങനെ പലതും ഭക്ഷണം ദാനം ചെയ്യാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തിയിരുന്നു. അത് വലിയ പുണ്യമുള്ള ഒരു സൽക്കർമ്മമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇസ്രായേലി സമൂഹത്തില് ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേലി സമൂഹത്തില് വലിയ ദാരിദ്ര്യം, മഹാനായ ഇമാം ഹഖീ തങ്ങൾ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അബൂ നുഐം തന്റെ ഹിലിയത്തുൽ ഔലിയായിൽ ഈ സംഭവം കുറിക്കുന്നത് കാണാം. ഇസ്രായേലി സമൂഹത്തിൽ ശക്തമായ ഒരു ദാരിദ്ര്യത്തിന്റെ, ഒരു വരൾച്ചയുടെ കാലം വന്നു. അത് കുറെ വർഷങ്ങളോളം ഉണ്ടായിരുന്നു എന്ന അത് സിനീന മുത്തവാലിയത്തൻ, കുറെ വർഷങ്ങളോളം തുടർച്ചയായി ഇസ്രായേലി സമൂഹത്തിൽ ഒരു വരൾച്ചയും ഒരു ക്ഷാമത്തിന്റെ കാലവും ഉണ്ടായി. ആ സമയം ജനങ്ങൾ പട്ടിണി കിടന്നുകൊണ്ട് ബുദ്ധിമുട്ട, ആർക്കും ഒന്നും കഴിക്കാനില്ല. അപ്പോഴുണ്ട് ഇസ്രായേലി സമൂഹത്തിൽ ഒരു ഉമ്മ, ഒരു പെണ്ണ്, അവൾക്കൊരു ചെറിയ കുട്ടിയുണ്ട്, അവൾക്കൊരു കുഞ്ഞു മോനുണ്ട്. ഒരു ചെറിയ കുട്ടിയുള്ള ഒരു ഉമ്മ
ഒരു സഹോദരി അവരുടെ വിശപ്പിന്റെ നേരത്ത് അവർക്ക് വിശപ്പടക്കാൻ ഒരു ഉരുള ഭക്ഷണം ഇവിടെ നോക്കിട്ടി. അവരതിങ്ങനെ കഴിക്കാൻ വേണ്ടി അവരുടെ വായന്റെ സമീപത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ആരോ കതുകിൽ മുട്ടി, ആരോ വാതിലിൽ മുട്ടി. അവൾ ചോദിച്ചു, ആരാ? അപ്പൊ അയാൾ പറഞ്ഞു, വാതിൽക്കൽ നിൽക്കുന്ന ആള് പറഞ്ഞു, ഞാനൊരു യാചകനാണ്, ഞാൻ വന്നിരിക്കുന്നത് എന്റെ വയറ് വിശന്ന് സഹിക്കാൻ പറ്റുന്നില്ല, ഈ വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നു, എന്തെങ്കിലും അള്ളാനെ മുൻനിർത്തി എനിക്ക് തരോ? അള്ളാന്റെ മുൻനിർത്തിയിട്ട് എന്തെങ്കിലും ഭക്ഷണം തരുമോ? എനിക്ക് വല്ലാത്ത വിശപ്പ്. ഈ പെണ്ണ് ഒരേ ഒരു ഉരുളയാ കിട്ടിയിട്ടുള്ളൂ. കുട്ടിക്ക് പാല് കൊടുക്കേണ്ട പെണ്ണ, അവൾക്ക് നല്ല വിശപ്പുണ്ട്, ശരീരത്തിന് നല്ല ക്ഷീണമുണ്ട്, ഒറ്റ ഉരുളയെ അവൾക്ക് കഴിക്കാനുള്ളൂ. അതിങ്ങനെ ഉരുട്ടി വായന്റെ സമീപത്തേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും യാചകന്റെ വിളി ഭക്ഷണം ചോദിച്ചിട്ട് അവളത് വായിലേക്ക് വെച്ചില്ല. അവൾ അതുമായി ചെന്നു. എന്നിട്ടോ ആ വന്നിരിക്കുന്ന യാചകൻ അത് കൊടുത്തു. എന്നിട്ടോ പിന്നെയും അവൾ ഭക്ഷണം തേടി പുറത്തേക്ക് ഇറങ്ങി. അവൾക്ക് പിന്നെ വിറക് ശേഖരിക്കേണ്ട ആവശ്യം വന്നു. കയ്യിലൊരു ചെറിയ കുട്ടിയുണ്ട്. ആ ചെറിയ കുട്ടിയെ കൊണ്ട് അവൾ വനാന്തരങ്ങളിലേക്ക് പോയി. അവൾ അങ്ങനെ വനാന്തരങ്ങളിൽ വിറക് ശേഖരിക്കുന്ന സമയത്ത് ആ ചെറിയ കുഞ്ഞിനെ ഒരു ഇടത്തിൽ വെച്ചിട്ട് അവൾ പോയി വിറക് ശേഖരിക്കുമ്പോഴേക്കും പെട്ടെന്നൊരു ചെന്നായ വന്നുകൊണ്ട് ഇവളുടെ കുട്ടിയെ കടിച്ചെടുത്തു കൊണ്ടുപോയി. ഇവളുടെ കുട്ടിയെ കടിച്ചെടുത്തു കൊണ്ടുപോയപ്പോ ആ പെണ്ണ് വല്ലാതെ പേടിച്ചു, കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. അവൾ അലറി വിളിച്ചു. ആ സമയത്ത് ചെന്നായ പോയ വഴി കണ്ടു. ചെന്നായയുടെ പിന്നാലെ അവൾ ഓടി. എത്രയപ്പോ ഓടാൻ പറ്റും? പെട്ടെന്നതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ചു. ഇസ്രായേൽ സമൂഹത്തിലുണ്ടായ സംഭവമാണിത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കുട്ടിയേറെ ചെന്നായയുടെ വായിൽ നിന്നും രക്ഷപ്പെടുത്തി. ആ പെണ്ണിന്റെ കയ്യിൽ വേഷപ്രച്ഛന്നനായ ജിബ്രീൽ വന്ന് ആ കുഞ്ഞിനെ ഏൽപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ പേടിച്ചു പോയ നിന്റെ കുഞ്ഞിനെ ചെന്നായ കൊണ്ടുപോകുമെന്നോർത്ത്? ഒരു സഹായിയെ പോലെ പെട്ടെന്ന് പ്രത്യക്ഷനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പെണ്ണിന് മനസ്സിലായില്ല. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു സഹായിയായി ചെന്നായയുടെ വായിൽ നിന്നും കുഞ്ഞിനെ ഒരു പോറല് പോലും ഏൽക്കാതെ തിരിച്ചേൽപ്പിച്ചു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ അമത്തല്ലാ, അള്ളാഹുവിന്റെ ദാസി പെണ്ണെ, നീ പേടിച്ചോ നിന്റെ കുഞ്ഞിനെ ചെന്നായ കൊണ്ടുപോകുന്നോർത്ത്? നീ പേടിക്കണ്ട, യാ അമത്തല്ലാ, റദീതു ലുഖ്മതൻ ബിലുഖ്മാ. ഉരുളയ്ക്ക് പകരം ഉരുളയെ അള്ള തന്നതിൽ നിനക്ക് സന്തോഷമല്ലേ എന്ന് തിരിച്ചു ചോദിച്ചു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. തഫ്സീറുൽ ഹഖീ അതുപോലെ തന്നെ ഹിലിയത്തുൽ ഔലിയ പോലെയുള്ള കിതാബുകളിലൊക്കെ സംഭവം കാണാം. ഉരുളയ്ക്ക് പകരം ഉരുളയെ അള്ളാഹു നിനക്ക് തന്ന് തൃപ്തിപ്പെടുത്തിയതിൽ നിനക്ക് സന്തോഷമല്ലേ പെണ്ണെ? എന്താ ഉരുള? നീ ആദ്യം വായിലേക്ക് വെക്കാൻ വേണ്ടി ഒരു ഉരുള ഉരുട്ടി കൊണ്ടുവന്ന് ചുണ്ടിന്റെ സമീപത്ത് എത്തിച്ചപ്പോഴേക്കും ഒരു യാചകൻ വന്ന് ഭക്ഷണം ചോദിച്ചപ്പോ നീ വായിൽ വെക്കേണ്ട ഉരുള അയാൾക്ക് കൊടുത്തില്ലേ? അതിന് പകരം ചെന്നായയുടെ ഭക്ഷണമായി, ഭക്ഷണത്തിന്റെ ഉരുളയായി വായിൽ പോയി, ചെന്നായയുടെ വായിൽ പോയ നിന്റെ കുഞ്ഞിനെ അള്ളാഹു ആ ഉരുളക്ക് പകരമായി നിനക്ക് തിരിച്ചേൽപ്പിച്ചു. ചെന്നായയുടെ വായിലെ ഉരുളയായി മാറിയ നിന്റെ കുഞ്ഞിനെ ഉരുളയ്ക്ക് പകരം ഉരുളയായി അള്ളാഹു തിരിച്ചേൽപ്പിച്ചതിൽ നിനക്ക് സന്തോഷമല്ലേ പെണ്ണെ എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ആ പെണ്ണിനോട് ചോദിച്ചു. അത്രത്തോളം ഭക്ഷണം കൊടുക്കുന്നതിന്റെ ശ്രേഷ്ഠത വലിയ കാവലാകിട്ടാ. ഭക്ഷണം കൊടുക്കുമ്പോൾ കിട്ടുന്നത് ആപത്ത് മുസീബത്തുകൾക്ക് കാവലാണ്. ഭക്ഷണം കൊടുക്കുന്നവന് കിട്ടുന്ന കാവല് വലുതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്ര വലിയ ആപത്ത് മുസീബത്തുകൾക്കും ഭക്ഷണം കൊടുക്കുന്ന മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന കാവല് വലുതാണ്. അല്ലാഹുവേ, ഒരു സംഭവം കേട്ടോളൂ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരിക്കൽ ഒരു പെണ്ണ് ഹബീബായ നബിയുടെ അടുക്കൽ വന്നു. ആ പെണ്ണ് വന്നുകൊണ്ട് സങ്കടം പറയാണ്. വഖദ് യബസത് യദുഹൽ യുംനാ, നബിയേ എന്റെ വലത്തെ കൈ ഉണങ്ങിപ്പോയി നബിയേ. ആ പെണ്ണ് വന്നുകൊണ്ട് പറയാണ്, വലത്തെ കൈ കാണിച്ചിട്ട് പറയാ, എന്റെ ഈ വലത്തെ കൈ ഇങ്ങനെ വരണ്ടിരിക്കുന്നു. അതിങ്ങനെ ഉണക്കലങ്ങോട്ട് പിടിച്ചിട്ട് തൊലിയൊക്കെ ഇങ്ങനെ പൊട്ടി. ഈ വലത്തെ കൈ മാത്രമേ ഉണങ്ങി വരണ്ട് പൊട്ടിയ പോലെ വല്ലാത്ത ഉണക്കല്, എന്റെ കൈ ഇങ്ങനെ പൊള്ളിയ മാതിരി ഇരിക്കുന്ന നബിയെ. ഒരു പെണ്ണ് വന്നുകൊണ്ട് ഹബീബിന്റെ മുന്നില് വലത്തെ കൈ കാണിച്ചിട്ട് ഇങ്ങനെ പറയാണ്, യാ നബി അല്ലാഹ്
ഉദുഉല്ലാഹ ഹത്താ യുസ്ലിഹ യദി, അല്ലാഹുവോടൊന്ന് ദുആ ചെയ്യുമോ എന്റെ ഈ വലത്തെ കൈയിന്റെ പ്രയാസമൊന്ന് മാറാൻ, ഇത് ഉണങ്ങി വരണ്ട പോലെ വിണ്ടുകീറി നിൽക്കുന്ന നബിയേ, അങ്ങ് ദ്വാരക്കോ. അള്ളാഹുടെ ദ്വാരക്കാൻ വേണ്ടിട്ട് ഞാൻ വന്നു. അങ്ങ് ദ്വാരക്കോ. അള്ളാഹുവിന്റെ ഹബീബ പെണ്ണിനോട് ചോദിച്ചു, അല്ല പെണ്ണേ, നിനക്കെന്ത് പറ്റി? ഈ കൈ ഇങ്ങനെ ആവാൻ എന്താ കാരണം? അവള് പറഞ്ഞു, നബിയെ, എന്റെ കൈ ഇങ്ങനെ ആവാൻ ഒരു കാരണമുണ്ട്. ഇടത്ത കൈയ്യിന് കുഴപ്പമില്ല, വലത്തെ കൈയ്യിന് മാത്രം. എന്റെ കൈ എങ്ങനെ ആവാൻ കാരണമുണ്ട്. ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടതാണ് നബിയെ. സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? ഖിയാമത്ത് നാൾ സംഭവിക്കുന്നു. സ്വപ്നാണ് ഇനി പറയാൻ പോകുന്നത്. പെണ്ണ് കണ്ട സ്വപ്നം. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നു, നരകം ജ്വലിച്ചു നിൽക്കുന്നു. വൽ ജന്നതു ഉസ്ലിഫത്, സ്വർഗത്തിന്റെ അകത്തെ ആഘോഷങ്ങളും ആരവങ്ങളും പ്രകമ്പനം കൊള്ളുന്നു. നരകം ജ്വലിക്കുന്നു, തീയാളലിന്റെ ശബ്ദം പ്രകമ്പനം കൊള്ളിക്കുന്നു. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നു. പരലോക സ്വപ്നം കാണുന്നത്. അങ്ങനെ പെണ്ണ് സ്വപ്നം കാണാ, നരകത്തിന്റെ അകത്ത് ഫറഅയ്തു ഫീ നാരി ജഹന്നമ വാലിദത്തി, എന്റെ ഉമ്മ നരകത്തിലുണ്ട് നബിയെ. ഞാൻ നരകം കണ്ടപ്പോ നരകത്തിന്റെ തിളച്ചു മറിയുന്ന തീയിന്റെ അകത്ത്, ജ്വലിച്ച് പടരുന്ന തീയിന്റെ അകത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട് നബിയെ. ഉമ്മയുടെ ഒരു കയ്യിൽ ഒരു തടിയുണ്ട്. തടി അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ പദാർത്ഥങ്ങൾ എന്ന് പറയുന്ന പല രൂപത്തിലുണ്ട്. ചില രൂപത്തിൽ പറയുന്നത് എണ്ണ ഉണ്ടെന്നാ. എന്തോ ഒരു കയ്യിൽ തടി, ഒരു വിറകിന്റെ കഷ്ണം. മറ്റേ കയ്യിലുള്ളത്, എന്റെ ഉമ്മയുടെ മറ്റേ കയ്യിലുള്ളത് നബിയെ ഒരു ചെറിയ കഷ്ണം തുണിയാ. ഒരു കയ്യിൽ ഒരു വിറക് കൊള്ളി, മറ്റേ കയ്യിൽ തുണി. എന്നിട്ടോ എന്റെ ഉമ്മയുടെ നേരെ പടർന്നു വരുന്ന തീജ്വാലകളെ ഈ തുണിക്കഷ്ണം വെച്ചുകൊണ്ട് ഉമ്മ തട്ടി മാറ്റാണ്. തീജ്വാലേനെ തുണി കൊണ്ട് തട്ടിപ്പോ എത്രത്തോളം നിൽക്കാൻ പറ്റും? പക്ഷെ ഈ തുണി കൊണ്ട് തട്ടിയിട്ട് തീ അങ്ങോട്ട് മാറിപ്പോവാ. ഏത് തീയാ? നരകത്തിലെ തീ. എന്റെ ഉമ്മ നരകത്തിൽ കിടന്ന് പ്രയാസപ്പെടുന്നു. കയ്യിൽ നിന്നും താഴെ വെക്കാത്ത ഒരു വിറക്, അതിൽ തീ പിടിച്ചിട്ടുമില്ല. പിന്നെ മറ്റേ കയ്യിലുള്ളത് ഒരു തുണിക്കഷ്ണ. അത് വെച്ചിട്ട് ശരീരത്തിലേക്ക് ആളിപ്പടരുന്ന തീനെ കൊട്ടിക്കെടുത്ത എന്റെ ഉമ്മ നരകത്തിൽ കിടന്ന് എട്ടങ്ങാറാവാണ് നബി. അങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ എന്റെ ഉമ്മാന്റെ കയ്യിലിരിക്കുന്ന ഈ തീയും വിറക് കൊള്ളിയും കണ്ടപ്പോ, ഈ തടിക്കഷ്ണവും കണ്ടപ്പോ ഞാൻ എന്റെ ഉമ്മാനോട് ചോദിച്ചു, മാലക്കി അറാക്കി ഫി ഹാദൽ വാദി വകുന്തി മുതീഅതൻ ലിറബ്ബികി വറാദിയൻ അൻകി സൗജുകി. ഉമ്മ, നിങ്ങൾ എങ്ങനെയാ ഇപ്പൊ ഈ നരകത്തിലെത്തിയത്? നിങ്ങൾ നല്ലൊരു സ്ത്രീയല്ല ഉമ്മ, നിങ്ങൾ എങ്ങനെയാ ഈ നരകത്തിലെത്തിയത്? നിങ്ങൾ നല്ല ഇബാദത്തുള്ള ഒരു സ്ത്രീ ആയിരുന്നല്ലോ. മാത്രമല്ല, നിങ്ങൾ മരിക്കുമ്പോ നിങ്ങളുടെ ഭർത്താവ്, എന്റെ വാപ്പ, നല്ല തൃപ്തിയിലല്ലേ നിങ്ങളെ യാത്രയാക്കിയത്? എന്റെ വാപ്പൊക്കെ നല്ല തൃപ്തിയായിരുന്നല്ലോ ഉമ്മാനോട്. പിന്നെ എങ്ങനെയാ ഉമ്മ നിങ്ങൾ നരകത്തിലെത്തിയത്? ഉമ്മ പറയുന്നുണ്ട്, യാ ബനത്തി കുന്തു ഫിദ്ദുനിയാ ബഖീലതൻ. മോളെ, ഉമ്മക്ക് ഒരു സ്വഭാവമുണ്ടായിരുന്നു. ഉമ്മ പിശുക്കിയായിരുന്നു. മോക്കറിയില്ലത്. ഉമ്മ ഒരാൾക്കും ഒന്നും കൊടുക്കൂല. ഉമ്മ പിശുക്കിയായിരുന്നു. മോളി കാണുന്ന നരകം ആരുടേതാണെന്നറിയുമോ? വഹാദൽ മൗദിഉൽ ബുഖലാ, പിശുക്കന്മാരും പിശുക്കികളും വന്നു കേറേണ്ടത് ഈ നരകമാ മോളെ എന്ന് ഉമ്മ പറയുകയാ. അപ്പൊ ഞാൻ എന്റെ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, പ്രിയപ്പെട്ട ഉമ്മ, വമാഫി ജമീഇ ഐശി ഇല്ലാ ബിഹിമാ, നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കുന്ന ഈ വിറക് കൊള്ളിയും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ തുണിക്കഷ്ണവും എന്താ? മോളെ, എന്റെ കയ്യിലിരിക്കുന്ന ഈ വിറക് കൊള്ളി ഞാൻ ഒരിക്കൽ സ്വതക്ക കൊടുത്തതാ. വിറക് കൊള്ളിയെ ഒരാൾ തീയെത്തിക്കാൻ വിറകുണ്ടോ വെച്ചപ്പോ ഒരു വിറക് സ്വതക്ക കൊടുത്തതാ കയ്യിലിരിക്കണേ. ആകെ ഞാൻ ദാനം ചെയ്തിട്ടുള്ളത് ഈ വിറകും ഒരു കഷ്ണം തുണി ചോദിച്ചു വന്ന ആൾക്ക് ഒരു തുണി കഷ്ണം ഞാൻ ദാനം ചെയ്തത്. രണ്ടല്ലാത്ത ഞാൻ ഒന്നും സ്വതക്ക ചെയ്തിട്ടില്ല. ആ രണ്ടും എന്റെ കയ്യിലുണ്ട്. അത് രണ്ടും എന്റെ കയ്യിൽ. ഇങ്ങനെ ഈ തീയിനെ തൊട്ട് കാവലായ എന്റെ കയ്യിൽ അല്ലാഹ് തന്നേക്കാൻ. എന്റെ ശരീരത്തിൽ തീ അങ്ങോട്ട് കയറുന്നില്ല. കയറി വരുമ്പോഴേക്കും ഈ തുണി കഷ്ണം വെച്ച് ഞാൻ കുട്ടിക്കെടുത്തു. ഏത് തീയാ? നരകത്തിലെ തീ. സ്വാഭാവികമാണ് ഞാൻ ചോദിച്ചു, എന്റെ വാപ്പ എവിടെ ഉമ്മ? ഉമ്മ പറഞ്ഞു, ഹുവ സഖിയുൻ, വാപ്പ പിശുക്കനല്ല മോളെ. വാപ്പ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുന്നു.
വഹുവ ഫീ മൗദിഉൽ അസ്ഖിയാ. ദാനധർമ്മം ചെയ്യാനുള്ള മനസ്സുള്ള, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ കയ്യിലില്ലേൽ പോലും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ആർദ്രത നിറഞ്ഞ മനസ്സുള്ള ആളുകൾ പാർക്കേണ്ടത് സ്വർഗമാണല്ലോ മോളെ. വാപ്പ സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞു. സ്വപ്നാണ്ടോ ഇത്? റസൂലുള്ളാഹിയുടെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് പറയാം, ഇത് കേട്ടപ്പോൾ ഞാൻ എന്റെ ഉമ്മാന്റെ അടുക്കൽ നിന്നും വാപ്പാനെ കാണാൻ വേണ്ടി സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് ഓടി. ഞാൻ അങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ എന്റെ വാപ്പയാവട്ടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹൗദുൽ കൗസറിന്റെ സമീപത്തുണ്ട്. വാപ്പ ഹൗദുൽ കൗസർ കുടിക്കാൻ ജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആളാം. ഹബീബ് വാരിക്കോരി കൊടുക്കുന്ന ഹൗദുൽ കൗസറിന്റെ വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ വന്നു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ക്രമീകരിക്കുന്നതും, അവർക്കിടയിൽ ഒരു വോളണ്ടിയറെ പോലെ അവരെ നിയന്ത്രിക്കുന്നത് എന്റെ വാപ്പയാണ്. ആ സമയത്ത് ഞാൻ എന്റെ വാപ്പാനെ വിളിച്ചിട്ട് ചോദിച്ചു, വാപ്പ നിങ്ങളവിടെ വലിയ തിരക്കാണല്ലോ, അവിടെ ഹൗദുൽ കൗസറിന്റെ അവിടെ ആൾക്കാർ വെള്ളം കുടിക്കാൻ വന്നേക്കണം, നിങ്ങൾ അവർക്ക് വേണ്ടി സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. യാ അബി ഇന്ന വാലിദത്തിക്കാനത്ത് ഇംറഅത്തക്കൽ മുതിഅത ലിറബ്ബിഹാ വഅൻത റാദിൻ അൻഹാ. വാപ്പ ഉമ്മാനെ പറ്റി അറിയില്ലേ? ഞാൻ ഉമ്മാനെ കണ്ടിട്ടാ വരുന്നത്. സ്വപ്നത്തില് മോള് വാപ്പാനോട് പറയാം, ഉമ്മ നിങ്ങൾക്ക് എത്ര നല്ല ഹിദ്മയാ ചെയ്തത്. ഉമ്മാനോട് വാപ്പക്ക് വലിയ തൃപ്തിയായിരുന്നു. ഉമ്മ അള്ളാഹുവിന് വഴിപ്പെട്ട ഇബാദത്തൊക്കെ ഉള്ള ആളൊക്കെ ആയിരുന്നു. പക്ഷെ ഉമ്മ ഇപ്പൊ ഉള്ളത് നരകത്തിലാ. തുഹറഖ്, ഉമ്മാൻ അവിടെ തീ കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവിടെ ആവട്ടെ വാപ്പ ഇവിടെ ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കാനുള്ള സൗകര്യം കൊടുക്കുന്നു. അപ്പോ വാപ്പയോട് ഞാനൊരു കാര്യം പറയട്ടെ, വാപ്പ ഈ ഹൗദിൽ നിന്നും ഒരുപാട് ആളുകൾ വെള്ളം കുടിച്ചു പോണ്ട്. എന്റെ ഉമ്മ നരകത്തില് വിഷമിക്കാണ്, ദാഹം ഉണ്ടാവും. അതുകൊണ്ട് സ്വർഗത്തിലെ ഈ വെള്ളം, ഈ ഹൗദിലെ വെള്ളം കുറച്ച് എനിക്ക് തന്ന, വാപ്പ ഇവിടെ ഏർപ്പാട് ചെയ്ത് എന്റെ കയ്യിൽ കുറച്ച് വാങ്ങി തന്നു കഴിഞ്ഞാൽ ഞാനത് അവിടെ കൊണ്ടുപോയി കൊടുക്കാന്ന് പറഞ്ഞു. റസൂലുള്ളാഹിയുടെ മുന്നിൽ ആ പെൺകുട്ടി സ്വപ്നം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ വാപ്പ എനിക്ക് തടഞ്ഞു. യബ്നത്തി, എന്റെ പൊന്നുമോളെ, ഹറമല്ലാഹു അലൽ ബുഖലാഇ വൽ മുദ്നിബീന ഹൗദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശുക്കന്മാർക്കും പാപികൾക്കും മുത്തുനബിയുടെ ഹൗദ് അല്ലാഹു കൊടുക്കൂല. അതുകൊണ്ട് വാപ്പക്ക് തരാൻ പറ്റൂല, മോളെ പോയിക്കോ. വാപ്പ എനിക്ക് തരാതെ വിസമ്മതിച്ചപ്പോ ബലമായി ഞാൻ ആ ഹൗദിലെ വെള്ളം കോരി. എന്നിട്ട് ഞാൻ എന്റെ ഉമ്മയുടെ അടുക്കലേക്ക് ചെന്നു. ഞാൻ എന്റെ ഉമ്മയുടെ അടുക്കലേക്ക് വെള്ളവുമായി പോകുമ്പോൾ അവിടെ വെച്ചുകൊണ്ടൊരു അശരീരി ആരോ ഒരു മലക്ക് വിളിച്ചു പറയുന്ന പോലെ, ഐബസല്ലാഹു തആല യദക്കി ഹൈസ സഖീതുൽ ആസിയ അൽ ബഖീലത മിൻ ഹൗദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹൗദിലെ വെള്ളം ഒരു പാപിയായ പിശുക്കിയായ പെണ്ണ് സദഖ കൊടുക്കാൻ മടി കാണിച്ച പെണ്ണിന് കൊണ്ടുപോയി കൊടുക്കുന്നവളെ, നിന്റെ ഉമ്മയാണേൽ പോലും നിന്റെ കയ്യിനെ അല്ലാഹു ഉണക്കിക്കളയട്ടെ. നിന്റെ കൈ ഉണങ്ങി വരണ്ടങ്ങോട്ട് പൊട്ടട്ടെ, തൊലിയൊക്കെ അങ്ങനെ വരണ്ട് കീറി വിണ്ട് കീറി പൊട്ടട്ടെ എന്ന് ആരോ ദ്വാരക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ ചാടി എണീറ്റു. ആ സമയം എന്റെ വലത്തെ കയ്യിനൊരു വേദന അനുഭവപ്പെട്ടു. ഞാൻ നോക്കിയപ്പോ എന്റെ കൈ ഇങ്ങനെ വിണ്ട് കീറി വരഞ്ഞു കീറി നിക്ക. ഇങ്ങനെ പറഞ്ഞിട്ട് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഇതിനു വേണ്ടി ദുആരക്കാൻ, ഈ കൈയൊന്ന് നന്നാക്കി കൊടുക്കാൻ അള്ളാഹുവിനോട് ദുആരക്കാൻ ഈ പെണ്ണ് പറഞ്ഞു. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾ കണ്ട സ്വപ്നത്തെ ശരിവച്ചു. എന്താ ഈ സ്വപ്നത്തിന്റെ അർത്ഥം? പിശുക്ക് കാണിക്കുന്ന, ആർക്കും കൊടുക്കാൻ തടസ്സം നിൽക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിക്കോളിൻ. കൈ ഉണങ്ങിപ്പോവും, ബറക്കത്ത് നിന്ന് പോവും. അള്ളാന്റെ ഹബീബിന് പൊരുത്തമില്ല. പിശുക്കൊരു മനുഷ്യനെ വേഗത്തിൽ നരകത്തിലെത്തിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യാൻ തുടങ്ങി. ഇലാഹി ബിഹഖ് റുയല്ലതി ഹഖത്. പടച്ചോനെ, ഇവള് കണ്ട സ്വപ്നം അർത്ഥമുള്ളതാ. ആ സ്വപ്നത്തെ കണക്കിലെടുത്തുകൊണ്ട് ഞാൻ നിന്നോട് ദുആരക്കുന്നു. പടച്ചോനെ, അസ്ലിഹ് യദഹാ, ഇവളുടെ കയ്യ് നീ നന്നാക്കണേ എന്ന് ദുആരന്നു സയ്യിദുനാ റസൂലുള്ളാഹി. ഫസനുഹത് യദഹാ, യദുഹാ, അവളുടെ കയ്യ് നന്നായി, അതിന്റെ രോഗങ്ങളൊക്കെ ശിഫയായി. ഫസാറത് കമാ കാനത്, മുമ്പ് അവളുടെ കയ്യിന് അസുഖം വരാത്തപ്പോൾ എങ്ങനെയോ അതുപോലെയായി അവളുടെ കൈ നന്നായി.
അള്ളാഹു പിശുക്ക് എന്ന് പറയുന്ന സ്വഭാവത്തെ അവസാനം കൊണ്ടുപോയെത്തിക്കുന്ന നരകത്തിലാണ്. കൊടുക്കാൻ തടസ്സം നിന്നിട്ട് കാര്യമില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസ് കേട്ടോളൂ. അസ്സഖാഉ ശജറത്തുൻ ഫിൽ ജന്ന. കൊടുക്കാനുള്ള മനസ്സെന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിൽ ഒരു മരം പോലെ അതിന്റെ ശിഖരം ഇങ്ങനെ നീണ്ടു വന്ന് നമ്മുടെ ഖൽബിൽ വരാണ്. ആ ശിഖരത്തിൽ നിന്നും നമ്മുടെ ഖൽബ് ആ ശിഖരത്തിൽ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ശിഖരം വഴി നമ്മൾ സ്വർഗത്തിലെത്തുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊടുക്കാനുള്ള മനസ്സ് സ്വർഗത്തിലെ ഒരു മര, അതിന്റെ ശിഖരം നമ്മുടെ മനസ്സിലേക്ക് കയറിയപ്പോഴാ നമ്മൾ കൊടുക്കാനുള്ള ഒരു താല്പര്യക്കാരനായത്. ആ ശിഖരം വഴി ആ മനസ്സ് നമ്മളെ കൊണ്ടുപോകും സ്വർഗത്തിലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്തിപ്പെടുന്നത് നരകത്തിലേക്കാ. നരകത്തിലൊരു മര, അതിന്റെ ശിഖരം വന്ന് ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് പിശുക്ക് അനുഭവപ്പെടാം. അപ്പൊ നമ്മൾ ആർക്കൊന്നും കൊടുക്കൂല. അങ്ങനെ വരുന്നോടത്ത് ഒരു സ്വഹാബിയോട്, അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി എന്താ പറഞ്ഞത്? കറി വെക്കുമ്പോ അയൽവക്കത്തെയും നീ പരിഗണിക്കുന്ന, എന്തുകൊണ്ട് ഈ ഭക്ഷണമൊക്കെ ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കല് സ്വാഭാവികമായ ഒരു അയൽവക്കാവുമ്പോ അത് വലിയ ബർക്കത്താണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലാ മുഹമ്മദ്. നരകത്തിൽ മുളച്ചു നിൽക്കുന്ന വലിയ ഒരു മരമുണ്ട്, അത് പിശുക്കാണ്. അതിന്റെ ശിഖരം വന്ന് മനുഷ്യന്റെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ പിശുക്കനായി മാറുന്നു. ആ പിശുക്ക്, ആ ശിഖരം, ആ പിശുക്കെന്ന മരത്തിലേക്ക്, അതായത് നരകത്തിലേക്ക് അവനെ കൊണ്ടുപോയി എത്തിക്കുന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, അസ്സഖിയു ഖരീബുൻ ഇലൽ ഹഖ് വൽ ഖൽഖി. ഒരു മൂമിനായ മനുഷ്യൻ, കയ്യിലുള്ളത് കൊടുക്കാൻ താല്പര്യമുള്ള മനുഷ്യൻ, ഹൃദയ വിശാലത ഉള്ള മനുഷ്യൻ, അവൻ അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ സൃഷ്ടികളോടും അടുപ്പമുള്ളവനാ. ജനങ്ങൾക്ക് വലിയ ഇഷ്ടമായിരിക്കും അവന് കൊടുക്കാനുള്ളൊരു മനസ്സേ. എന്നാൽ കേട്ടോളൂ, ഒരു മനുഷ്യൻ പിശുക്കനാണ് എങ്കിൽ ആ പിശുക്കനായ മനുഷ്യൻ ജനങ്ങളിൽ നിന്നും അള്ളാഹുവിൽ നിന്നും അകലത്തിലാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ബഖീൽ, പിശുക്കൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? ലാ യദ്ഖുലുൽ ജന്നത വലൗ കാന സാഹിദ. ദുനിയാവിലെ ഏതൊക്കെ കാര്യങ്ങളെ ത്യജിച്ച് ജീവിച്ചാലും പിശുക്കൊരു മനുഷ്യൻ അവസാനം കൊണ്ടുപോയി എത്തിക്കുന്നത് നരകത്തിലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് കയ്യിലുള്ള അനുഗ്രഹമൊക്കെ എന്നും ഉണ്ടാവൂല. ഇത് അള്ളാഹു കുറച്ച് കാലത്തേക്ക് തന്നതാ. അതാ കുറച്ച് കാലം നമ്മുടെ കയ്യിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത ആളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അള്ളാഹു അത് നമ്മുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം എടുത്തു കളയും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ വരൂന്നുള്ള ഒരു പേടി ഉള്ളിലുണ്ടെങ്കിൽ നമ്മളൊക്കെ സ്വതക്ക ചെയ്യുന്നവരായി മാറും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂലാക്ക് തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്ക് അല്ലാ, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക അല്ലാ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹലാലായ മുറാദ് ഹസ്സലാക്കുക അല്ലാ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ കൂട്ടുപാതയിലുള്ള ഒരു സഹോദരി, അവരുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, വേദനകളുണ്ട്. കൂടെ ജീവിക്കുന്ന പലരും അവരെ വേദനിപ്പിക്കുന്നു. സ്വസ്ഥതയില്ലാത്ത കുടുംബജീവിതം, സമാധാനം നൽകണേ അല്ലാ. അവരുടെ കുടുംബത്തിലെ വിഷമങ്ങൾ, പ്രയാസങ്ങളൊക്കെ മാറ്റി ആ കുടുംബത്തിൽ സന്തോഷവും ഐക്യവും പരസ്പര സ്നേഹവും കൊടുക്കണം അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലർക്കും ആ അവസ്ഥ ഉണ്ടാവാം. അല്ലാഹുവേ, എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ നീ സ്വസ്ഥത നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. മകന്റെ ജോലി നഷ്ടപ്പെട്ടു, പുതിയത് കിട്ടാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകം ദുആരക്കാൻ ഉമ്മ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉമ്മ ഈ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്നു. അല്ലാഹുവേ, അവരുടെ മകന്റെ നഷ്ടപ്പെട്ട ജോലിക്ക് പകരം
ഹൈറായ ഒരു ജോലി അടുപ്പിച്ചു കൊടുക്കുക അല്ലാ, എളുപ്പത്തിലാക്കുക അല്ലാ. അന്വേഷണങ്ങളിൽ റബ്ബേ നീ സഹായം നൽകണേ അല്ലാ. അല്ലാഹുവേ, സഹോദരന്റെ കാൽമുട്ടിന് തകരാറ് പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനയുമെല്ലാം നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാ. വീണ് കാലിന് പരിക്ക്, കാൽ ഒടിഞ്ഞിട്ടുണ്ട്. ആലുവ സ്വദേശിനിയായ ഒരു ഉമ്മാക്ക് വേണ്ടി പ്രത്യേകം ദുആരക്കാൻ. അല്ലാഹുവേ, അടുത്ത ദിവസം ആ പ്രായമുള്ള ഉമ്മാക്ക് ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുണ്ട്. ശിഫാ നൽകണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, മകൻ മുഹമ്മദ് റിഫാദ് പഠിക്കുന്നു കോഴിക്കോട് നിന്ന് പഠനം, കോഴിക്കോട് നിന്ന് പ്രത്യേകം ദുആരക്കാൻ. അല്ലാഹുവേ, പഠനം ബറക്കത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ആ വിദ്യാർത്ഥിക്ക് നീ ഫഹ്മ നൽകണേ അല്ലാ, അഖ്ല് നൽകണേ അല്ലാ, അദബ് നൽകണേ അല്ലാ. പഠിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കൾക്കും പ്രത്യേകിച്ച് ആ മോന് നീ പഠനത്തിൽ ബറക്കത്ത് കൊടുക്കുക അല്ലാ. പഠിച്ചതുകൊണ്ട് ഉപകാരം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് മരിച്ചുപോയവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്തിൽ ബർക്കത്ത് നൽകുക അല്ലാ. ഹജ്ജ് ഉംറ സിയാറ ഞങ്ങളുടെ സ്വപ്നമാണ്, നീ നിറവേറ്റി തരണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.